സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ അനുഗ്രഹപ്പെട്ട പ്രഭാതത്തിൽ ഈ തിരുവചനം കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. തലവാചകം: നീതിയായ തത്വങ്ങളെ ലംഘിച്ചുകൊണ്ട് ദൈവത്തെ അപമാനിക്കരുത്. ചിന്തയ്ക്കായിട്ട് ആധാരവാക്യം എന്ന് പറയുന്ന സദൃശ്യവാക്യം 1:19 വചനം ഇങ്ങനെ പറയുന്നു: ദുരാഗ്രഹികളായ ഏവരുടെയും വഴികൾ അങ്ങനെ തന്നെ, അത് അവരുടെ ജീവനെ എടുത്തു കളയുന്നു. ഓരോ കുടുംബത്തിലും മാതാപിതാക്കന്മാർക്ക് ഒരു കർത്തവ്യമുണ്ട്. പ്രിയ മക്കളെ, ദൈവത്തിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും വിശ്വസ്തയോടും വിശുദ്ധിയോടും നീതിയോടും കൂടി ഒരു മാതൃകയുള്ള ജീവനും മാതാപിതാക്കന്മാർ കാണിക്കുന്നുവെങ്കിൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നമ്മൾ ആ മാതാപിതാക്കൾ ഒരുക്കമായി തീരണം. എങ്ങനെ? ദൈവജന പ്രകാരം നമ്മൾ വിശുദ്ധിയുള്ളവരായിരിക്കണം, നീതിയുള്ളവരായിരിക്കണം, വിശ്വസ്തയുള്ളവരായിരിക്കണം. അപ്രകാരമുള്ള കുടുംബത്തിൽ മാത്രമേ വിശുദ്ധിയുടെ അനുഗ്രഹം പ്രാപിപ്പാനും സ്വർഗത്തിലെ നിത്യരാജ്യത്തിന്റെ അവകാശികളായി തീരുവാനും സാധിക്കുകയുള്ളൂ. വചനം പറയുന്നു, ഓരോരുത്തർക്കും അവളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം നൽകപ്പെടും. ഒരു ക്രിസ്ത്യാനിത്തെക്കുറിച്ച് ധാരാളം സംസാരിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ തൊഴിൽപരമായ കാര്യങ്ങളിലും വ്യാപാര കാര്യങ്ങൾ വരുമ്പോൾ അവർ ദൈവജനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് വാങ്ങുകയും കൊടുക്കുകയും അന്യായമായ നേട്ടങ്ങൾക്ക് വേണ്ടി അവരുടെ ആത്മാവിനെ കച്ചവടം ചെയ്യുന്നു, സ്വന്തം കണ്ണിനെ മറയ്ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹവും വിശുദ്ധിയും നഷ്ടപ്പെടുന്നു. ദൈവത്തെ അപമാനിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് യാതൊന്നും ഈ ലോകത്തിൽ നേടുവാൻ ആർക്കും സാധ്യമല്ല. ദൈവത്തിന്റെ നീതി നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് അഭിവൃദ്ധി നേടാമെങ്കിലും സ്വയം നാശത്തിലേക്ക് അവർ മാറുകയുള്ളൂ. ദൈവജനം പറയുന്നു, ദുരാഗ്രഹികളായ ഏവരുടെയും വഴികൾ അങ്ങനെ തന്നെ, അവരുടെ ജീവനെ അതെടുത്തു കളയുന്നു. ഒരു സമയത്തേക്ക് അഭിവൃദ്ധിപ്പെടുന്നതായി തോന്നിയാലും ദൈവത്തിന്റെ കുടുംബത്തിൽ ചേരുവാൻ അത് സഹായമാകുകയില്ല. പ്രിയ മക്കളെ, വചനം പറയുന്നു, വെളിപ്പാട് പുസ്തകം 12 വചനം ഇപ്രകാരം പറയുന്നു: ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സാക്ഷരത കൊണ്ട് ഇവിടെ ആവശ്യം. ഇവിടെ പറയുകയാണ്, വിശുദ്ധിയുള്ളവരായിരിക്കണം, വിശ്വാസമുള്ളവരായിരിക്കണം, സാക്ഷ്യമുള്ളതായിരിക്കണം. ഇപ്രായമുള്ള വ്യക്തിക്ക് മാത്രമേ ആ ദൈവരാജ്യത്തിലും ദൈവസ്ഥാനത്തിലെ അവർക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതിനായി ദൈവം ഒരുത്തെ അനുഗ്രഹിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന നല്ല സ്വർഗ്ഗപിതാവാം ദൈവമേ, അനുഗ്രഹ പ്രഭാതത്തിനായി സ്തുതിക്കുന്ന കർത്താവേ, ഈ തിരുവചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണേ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ പാപങ്ങളൊക്കെ അവിടെ ക്ഷമിക്കണേ പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്ന കൂട്ടമായി തീരുവാൻ എൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണേ പ്രാർത്ഥി. എല്ലാം കൃപയാച്ച് മഹത്വപ്പെടണം, മാനവും മഹത്വത്തോടെ എടുക്കണം. യേശുനാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയുടെ പിതാവാം ദൈവമേ, ആമീൻ.